ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന രാശിമാറ്റം 1199 മേടമാസം 18-ാം തീയതി, അതായത് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച 17 നാഴികയും 10 വിനാഴികയും മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം 17 നാഴികയും 10 വിനാഴികയും ശരിയായ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബുധനാഴ്ച പകല് 5 മണി 2 മിനിറ്റാണ് തിരുവോണ നക്ഷത്രത്തിൽ വരുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ തൃതീയ കൃഷ്ണപക്ഷ പറഞ്ഞ കറുത്ത വെളുത്ത വാവ് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസമായിട്ടുള്ള തൃതീയ പാദത്തിൽ കൃഷ്ണപക്ഷ അഷ്ടമിയിൽ പുലികരണവും ശുഭനാമ നിത്യയോഗവും കൂടിയ മകരക്കൂറിൽ, തിരുവോണ നക്ഷത്രം മകരക്കൂറാണ്. മകരക്കൂറിൽ കന്നി ലഗ്ന സമുച്ചയത്തിൽ, കന്നി ലഗ്നം പറഞ്ഞു പറയുമ്പോൾ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം കന്നി ലഗ്നമാണ്. ആ കന്നി ലഗ്നത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പകരുന്നതാണ് മാറുന്നത്. ഇടവ രാശി പ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9 നിൽക്കുന്നു. അതായത് കന്നി ലഗ്നത്തിൻ പ്രകാരം, കന്നി രാശിയുടെ പ്രകാരം, കന്നി ലഗ്നത്തിൻ്റെ പ്രകാരം 9-ാം ഭാവത്തിൻ്റെ അവിടെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ കന്നി ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 5-ൽ ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ ചൊവ്വ, ബുധൻ, രാഹു, 8-ൽ സൂര്യൻ, ശുക്രൻ, 9-ൽ വ്യാഴൻ. 9-ാം ഭാവത്തിൽ, ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒരു ഗുണകരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്, വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറയുന്നത്. ആ വ്യാഴൻ 9-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാ ദോഷത്തിനും പരിഹാരമായി വ്യാഴം, അതായത് ഒരു ലഗ്നത്തിൻ്റെ ആയാലും ഏത് രാശിൻ്റെ ആയാലും ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ, രാശിയുടെ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എല്ലാറ്റിനും പരിഹാരമായി എന്നുള്ളതാണ് പറയുന്നത്. ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപൻ, കന്നി ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനമായ മിഥുനൻ രാശി, മിഥുനൻ രാശിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് 7-ാം ഭാവത്തിൽ മീനൻ രാശി, മത്സ്യരാശി മീനൻ രാശിയിൽ നീചത്തിലാണ് നിൽക്കുന്നത്. അതായത് മീനൻ രാശി ബുധന് നീചരാശിയാണ്, നീചത്തിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും നീചഭംഗ രാജയോഗത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുകയാണെങ്കിലും അവിടെ യോഗം ചേർന്ന് നിൽക്കുന്നത് രാഹുവിനോടൊപ്പവും ചൊവ്വയോടൊപ്പവും. രാഹു സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ ഒപ്പവും അഷ്ടമാധിപനും 3-ാം ഭാവം, ലഗ്നത്തിൻ്റെ 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ട് ചൊവ്വൻ്റെ കൂടെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അഷ്ടമാധിപൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും ഏത് ഭാവത്ത് നിന്നാലും ആ ഭാവത്തിൻ്റെ ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം, ഫലങ്ങളെല്ലാം കുറച്ച് പ്രയാസപ്പെട്ടവൻ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വ്യയാധിപനായിട്ടുള്ള 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. സൂര്യൻ ഗവൺമെൻറ് കാരകനാണ്, രാജകാരകനാണ്, മന്ത്രികാരകനാണ്, രാജ്യം ഭരിക്കുന്ന ആളുടെ കാരകനാണ്. ആ കാരകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ്. അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്കും അതുപോലെ ആ മേലാധിത്യം വഹിക്കുന്ന MLA തൊട്ട് പ്രധാനമന്ത്രി വരെക്കുള്ള സാക്ഷ്യം വഹിക്കുന്ന മന്ത്രിമാരായാലും MP-മാരായാലും അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് സൂര്യൻ്റെയോടൊപ്പം തന്നെ ശുക്രനും കൂടിയാണ്. ശുക്രനും കൂടി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ശുക്രൻ 2-ാം ഭാവാധിപൻ 9-ാം ഭാവം. ശുക്രൻ സ്ത്രീകാരകനാണ്, വാഹനകാരകനാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വിഷമം പിടിച്ചുള്ള ഒരു സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി വരുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അപമാനം വരിക, സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, സ്ത്രീകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ളത്. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, പലയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ 9-ൽ വ്യാഴം നിൽക്കുന്നത് കാരണം അതിനെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്ഷകനായിട്ട് 9-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് ഫലം വരുന്നുണ്ട് നമുക്ക് നോക്കാം. മിഥുനൻ രാശിക്കാർക്ക് ഇതുവരെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴൻ 12-ാം ഭാവമായിട്ടുള്ള ഇടവൻ രാശിക്കാണ് വരുന്നത്. അതായത് മിഥുനൻ രാശി പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാനത്തെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ 3/4 ഭാവം കൊണ്ട് ചേർന്ന് മിഥുനൻ രാശി. സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യത, പല വിധത്തിലുള്ള വ്യയങ്ങൾ, നഷ്ടങ്ങൾ,
ധനനഷ്ടങ്ങൾ, അതുപോലെ ആഭരണ നഷ്ടങ്ങൾ, സ്വർണ്ണാഭരണ നഷ്ടങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള അവയ്ക്കെല്ലാം കേടുപറ്റുക, ഭവനത്തിൽ ഉള്ള ഇലക്ട്രോണിക്സ് AC അല്ലെങ്കിൽ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ടെലിവിഷനോ ഒക്കെ അങ്ങനെയുള്ള ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള അതിലേക്കെല്ലാം റിപ്പയർ വരിക, അല്ലെങ്കിൽ അടിച്ചു പോവുക, മാറ്റിയെടുക്കുക, അങ്ങനെയുള്ള ഇതെല്ലാം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരദേശവാസത്തിൽ പോയി തൊഴിലെടുക്കേണ്ട ഗതികളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ പോകേണ്ടി വരുന്ന പറയുന്നത്. അതുപോലെ തന്നെ ഭവനം വിട്ട് വേറെ താമസിച്ചു പോകാനുള്ള സാധ്യത, കുടുംബത്തിൽ നിന്നെല്ലാം മാറി താമസിക്കാനുള്ള ആവശ്യകത, കുടുംബത്തിൽ കലഹം വരാനുള്ള സാധ്യത, വിദ്യാർത്ഥികൾക്കെല്ലാം പഠനത്തിൽ സൗകര്യക്കുറവ് വരുവാനുള്ള സാധ്യത, വിദ്യാർത്ഥികളും അധ്യാപകന്മാരും ഐക്യതയില്ലാതാവുക, പ്രശ്നങ്ങൾ വരിക, അതുപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ഐക്യത കുറയുക, സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ തലവേദന പിടിച്ച ഒരുപാട് പ്രശ്നങ്ങൾ വരിക, ജനങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള സഹാരങ്ങൾ കിട്ടുക, അവനവൻ്റെ ഇമേജ് കുറയുക, അതുപോലെ തന്നെ പരാജയ ഭീഷണി നേരിടുക, സ്ഥാനഭ്രംശങ്ങൾ വരിക, അധികാരം നഷ്ടപ്പെടുക, അങ്ങനെയുള്ള മേഖലകളെല്ലാം വരുവാനുള്ള സാധ്യത. ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം തൊഴിലിൽ അസാധാരണമായിട്ടുള്ള ബലം കുറയുക, അവനവന് ധൈര്യക്കുറവുണ്ടാവുക, തൊഴിലിൽ അത്ര ശ്രദ്ധ ചെലുത്താൻ പറ്റാതാവുക, അതായത് ആശുപത്രി കേസുകളിലും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിലും മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിലും ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഒക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊക്കെ ശ്രദ്ധാകുറവ് വരിക, അത് കാരണം ദോഷങ്ങൾ സംഭവിക്കുക. ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷകന്മാർക്ക് സയൻസ് സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക സംബന്ധമായിട്ടുള്ളവർക്കെല്ലാം തെറ്റുപറ്റുക, പടി പാടുക, അതുപോലെ തന്നെ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ളതും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലകൾ വിപണി തകരുക, ധനനഷ്ടം വരിക, കട നിർത്തിപ്പോകാൻ, അതായത് ബിസിനസ്സെല്ലാം നിർത്തിപ്പോകാനുള്ള സാധ്യതയുണ്ടാവുക, അങ്ങനെയെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ ദോഷമില്ലാതെ വരും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വൻ നഷ്ടം വരുവാനും ലാഭം കുറയുവാനും അത് അവസരങ്ങൾ കുറയുവാനുള്ള സാധ്യതയെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിൽ ശനി അനുകൂലപരമായി നിൽക്കുന്നത് കുറച്ച് ആശ്വാസകരമാണ്. എന്നിരുന്നാലും വ്യാഴൻ 12ൽ വരുന്നത് ദുരിതങ്ങൾ ഉണ്ടാക്കും. ദുരിതസ്ഥാനമായിട്ടുള്ള ഭാവമാണ് 12ാം ഭാവം. അപ്പോൾ ദുരിതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു. ദുരിതങ്ങൾ വരുത്തി വെക്കാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിച്ച് കൊണ്ടുവരും. അതുകാരണം തന്നെ മഹാവിഷ്ണു മാസത്തിൽ ഒരു പ്രാവശ്യം ഗുരുവായൂരപ്പൻ്റെ ചെയ്തു തുടങ്ങി. നിങ്ങൾ ഏത് ഭാഗത്തിരുന്നാലും ശരി, അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഭഗവാൻ നിവേദ്യ പൂജ, മഞ്ഞപ്പട്ട് നൽകുക, തുളസിമാല നൽകുക, ഭാഗ്യസൂക്തം വഴിപാട് നടത്തുക. അല്ലാത്ത പക്ഷം ത്രികാല പൂജ ഒരു ദിവസം, മാസത്തിൽ ഒരു പ്രാവശ്യം ത്രികാല പൂജ നടത്തുക. 2 ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലും ഞാൻ പറഞ്ഞ് ഈ വഴിപാട് ചെയ്യുക. ഇതൊക്കെയാണ് പരിഹാരമായിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തു വരികയാണെങ്കിൽ ദോഷാധിക്യം കുറഞ്ഞു വരുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ട് തൊഴിലിലേക്ക് പോകുന്നവർ നിർബന്ധമായിട്ടും വിദേശത്തേക്ക് പോയേ തീരുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ പുതിയതായിട്ട് പോകാൻ, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് പോകാതെ വീണ്ടും പോവുകയാണെങ്കിൽ അതിനുവേണ്ടി ധനം മുടക്കി പോവുകയാണെങ്കിൽ ധനനഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും പോയേ തീരുകയുള്ളൂ എന്ന് പറയുന്നവർ വന്നിട്ട് തീർച്ചയായിട്ടും ജാതകം പരിശോധിക്കണം. ജാതകം പരിശോധിച്ച് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതുപോലെ തന്നെ പ്രശ്ന പരിഹാരം നേടണം പറയുന്നത്. എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ എല്ലാം വിളിച്ച് ചോദിക്കാൻ മടിക്കരുത്. ജാതക പരിശോധനയും പ്രശ്നപരിഹാരങ്ങളെല്ലാം ഞാൻ ഓൺലൈനിൽ നടത്തുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിർബന്ധപരമായിട്ടുള്ളത്, അതുപോലെ തന്നെ യാത്രകൾ, ദൂരദേശ യാത്രകൾ കൊണ്ടെല്ലാം പ്രയോജനപ്പെടുവോ, പോയാൽ ആ കാര്യം നടക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്കും അത് സന്ദേഹപരമായിട്ട്, അതായത് സംശയപരമായിട്ടുള്ള ഒരു സമയമാണ് കാണുന്നത്. അത് കാരണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ആകാശയാത്ര ചെയ്യുന്നവർക്കും ആകാശയാത്രയിൽ പെട്ടിരിക്കുന്നു പൈലറ്റുമാർ തൊട്ട് എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരവർ അർഹിക്കുന്ന മേഖല കിട്ടുവാൻ കുറച്ച് പ്രയാസകരമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഗവൺമെൻറ് ജോലിയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം സ്ഥാനഭ്രംശങ്ങൾ തീർച്ചയായിട്ടും വരും. അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ അവർ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം കിട്ടും. സേനാധിപത്യം വഹിക്കുന്ന തൊഴിലാളികൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്കും മോശ സമയമാണ് എന്നാണ് പറയുന്നത്. ഭാഗ്യസ്ഥാനത്ത് ശനിയുള്ള കാരണം ശനിയുടെ ദോഷം ഉണ്ടാവില്ല, വ്യാഴ ദോഷം ഉണ്ടാവും. വ്യാഴത്തിന് പരിഹാരം ചെയ്യുകയാണെങ്കിൽ ദോഷാധിക്യം കുറഞ്ഞു വരും. പക്ഷെ അത് ചെയ്തുകൊണ്ടേ ഇരുന്നൊക്കെയാണെങ്കിൽ ദോഷാധിക്യം കുറഞ്ഞു വരും എന്ന് തന്നെ പറയാം.
അപ്പം മിഥുനൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം അത്ര സുഖകരമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. മഹാവിഷ്ണു പ്രീതി വരുത്തുക, ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കുക, ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുക, യഥാശക്തി വഴിപാട് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്ന പക്ഷം ഈ വ്യാഴത്തിൻ്റെ ദോഷത്തിൽ നിന്നും മോചനം നേടാൻ അല്ലെങ്കിൽ അയവ് വരുത്താൻ, ദോഷാധിക്യം കുറഞ്ഞു വരുവാൻ എല്ലാം ഇത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നമസ്കാരം.